ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായോ? 14ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇടയത്താഴം മുതൽ കണ്ടാലോ. ഞാൻ ഇടയത്താഴത്തിന് രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റ് കതക് തുറന്നിന്ന് വെളിയിലോട്ട് വന്നപ്പം 2 പേര് വെളിയിൽ എന്നെയും കാത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. 3:30 ആയാലും ഉറങ്ങത്തില്ല. അതേ 2 പേരും എന്നെ കാത്ത് അവിടെ നിൽക്കുക കതകിൻ്റെ വാതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ മക്കൾക്കെല്ലാം ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. അവർ എഴുന്നേക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചല്ലേ കിടന്നത്. അത് കാരണം ഇപ്പോൾ ജൂലി എൻ്റെ കൂടെ കിച്ചണിൽ വന്ന് കൂട്ടിയിരിക്കുവാണേ. അപ്പം അങ്ങനെ ഞാൻ അമ്മുനെ വഴക്ക് പറഞ്ഞ് പാല് കുടിപ്പിക്കുക. അമ്മ പാല് വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പാല് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് വഴക്ക് പറഞ്ഞ് കുടിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇവർ 2 പേരും കൂടെ കിടക്കുകയാണ്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാന്നിട്ട് വിളിക്കുകയാണ്. അതിനുശേഷം പിന്നെ രാവിലെ ഞാൻ ഷോപ്പിൽ പോവുകയാണ് കേട്ടോ. ഇന്ന് മക്കൾക്ക് സ്കൂളില്ലല്ലോ, അത് കാരണം അവർ വീഡിയോ എടുത്ത് തന്നെയാണ്. ഞാൻ ഷോപ്പിൽ പോവുകയാണ് രാവിലെ തന്നെ. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. ടയേർഡായി വന്നത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് കിടന്നപ്പോൾ ജൂലി വന്ന് എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയും സവാളയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം ഒന്ന് റെഡി ആക്കി. നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് വഴട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ വിചാരിച്ചു പാലും കൂടെ വെച്ചിട്ട് പോയി അസർ നിസ്കരിക്കാമെന്ന് വെച്ചാൽ അസറിന് ബാങ്ക് വിളിക്കുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 മണിക്കാണ് അസറിന് ബാങ്ക് വിളിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പോലല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കുവും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമസ്കരിച്ചു. ഞാൻ നമസ്കരിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കിടുക്കാച്ചയാണ് കേട്ടോ. പിന്നെ ഞാൻ വാട്ടർ മെലണും വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്ത് നല്ല കൂളിങ്ങോടെ കഴിക്കാനേ. അങ്ങനെ പിന്നെ മൂസമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ പപ്സും സമൂസയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അധികം സ്നാക്സ് വാങ്ങിച്ചില്ല, കാരണം ഇവർ വേറെ ഒന്നും കഴിക്കത്തില്ല. ഇത് കഴിച്ച് വയറ് ഫുള്ളായെന്ന് പറഞ്ഞ് വേറെ ഫുഡുകളൊന്നും കഴിക്കത്തില്ല. അത് കാരണം ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഇന്ന് ലൈം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച കോക്കനട്ട് ഇട്ട് ലൈം ജ്യൂസേ. അപ്പോൾ കസകസൊക്കെ ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കി നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചു. അപ്പോൾ അങ്ങനെ ലൈം ജ്യൂസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കസകസ ഇട്ട് കൊടുക്കുവേ. പിന്നെ അതിനുശേഷം കുറച്ച് റോസ് മിൽക്ക് കൂടെ എടുത്ത് വെച്ചു, അതും കസകസൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അതിനുശേഷം പിന്നെ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ച് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവെക്കാം ടൈം ആയെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എല്ലാം ഒഴിച്ചൊന്ന് സെറ്റാക്കി കൊണ്ടുവെക്കാം. അപ്പോഴേക്കും ഫാദി വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. പിന്നെ നല്ല അടിപൊളി ചായയാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി ചായയും ഞാൻ ഒഴിച്ച് വെച്ചു. പിന്നെ ഞങ്ങളിന്ന് പാലപ്പമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ പാലപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം അത് ഉണ്ടാക്കിയത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തതൊക്കെ ഒന്ന് പാത്രത്തിലെടുത്ത് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാമെങ്കിൽ മക്കൾക്ക് അപ്പം അന്നേരം തന്നെ നോമ്പ് തുറന്നുകൊണ്ടന്നെ കഴിക്കാമല്ലോ. പിന്നീട് അവർ കഴിക്കത്തില്ല, അത് കാരണമാണ് ഞാൻ അധികം സ്നാക്സ് ഒന്നും വാങ്ങാനത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരെ കഴിപ്പിച്ചിട്ട് എണ്ണിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നും നോമ്പ് പിടിക്കും ഭയങ്കര ക്ഷീണമല്ലേ. സ്കൂളിൽ പോയിരിക്കുന്നത് കാരണം ഭയങ്കര ചൂടാണ് നമ്മുടെ ഇവിടെ, അത് കാരണം ഭയങ്കര ചൂടായത് കാരണം ക്ഷീണമാണ്. അങ്ങനെ മക്കൾ കഴിച്ചതിന് ശേഷം ഫാദി പോകുകയെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അക്കൂട്ടൻ ഫാദിയുടെ കൂടെ താഴെ പോയി അക്കൂട്ടൻ യാത്രയാക്കാൻ വേണ്ടി താഴെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയതിന് ശേഷം കിച്ചു പറഞ്ഞ് ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം, എന്നിട്ട് വന്നിട്ട് വേണം എനിക്ക് ത്രാവ്യം നിസ്കരിക്കാൻ പോകാൻ. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ ഉമ്മി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർ ഭയങ്കര നാണമാണ് കേട്ടോ. ഞാൻ എന്നാലും വിടത്തില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. അതിനുശേഷം അമ്മും അക്കും കൂടെ ചെയ്യുന്ന പണി കണ്ടോ, ജൂലിയെ മടി വെച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജൂലിയായിട്ട് ഭയങ്കര കൂട്ടാണ്. പിങ്കിയെ അധികം കൊഞ്ചിക്കത്തില്ല, ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കുന്നത് ജൂലിയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ അമ്മുനോട് ഞാൻ പറഞ്ഞു, അമ്മു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം, അമ്മു അക്കും കൂടെ പോയി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മു ദേ ഹിജാബൊക്കെ കുത്തിക്കൊണ്ട് ഭയങ്കര ഇസ്ലാമിയത്തോട് പോവുകയാണ് കേട്ടോ. 2 പേരുടെ നടന്നു പോകുന്ന കണ്ടില്ലേ. അങ്ങനെ അവർ പോയി ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ 2 പേരുടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 പേരും വാങ്ങിച്ച് തന്നിട്ട് പിന്നെ അമ്മു ആണെങ്കിൽ മുടിയൊക്കെ ചീവി കെട്ടുകയാണ് ത്രാവ്യ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി. മുടി മൊത്തം ചടയാണ് കേട്ടോ, എല്ലാം ചീവി കെട്ടി. അപ്പോൾ അക്കു ആണെങ്കിൽ പിന്നെയും ജൂലിയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജൂലി കേട്ടോ. ജൂലി ആണെങ്കിൽ അരുത്തിയൊക്കെ കളിപ്പിക്കുന്ന ജൂലിക്ക് ഇഷ്ടമാണ്, മടിയിൽ ഇരുന്ന് കൊടുക്കും. അതിനുശേഷം പിന്നെ അമ്മ ഫർദൊക്കെ എടുത്തിട്ടു ഷോളൊക്കെ വെച്ച് ഹിജാബൊക്കെ കുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ വീഡിയോ എടുത്തു. അമ്മുവിന് പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്, അക്കുവിനും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്, കിച്ചുവിന് മാത്രമേ ഉള്ളൂ നാണം ഉള്ളത് കേട്ടോ. പിന്നെ അവർ പോയതിനു ശേഷം ഞാൻ ഖുർആൻ ഓതാന്ന് വിചാരിച്ചു. ഖുർആൻ എടുത്തപ്പോൾ തന്നെ ഈ ജൂലി സമ്മതിക്കത്തില്ല എന്നെ ഓതാൻ. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്നെ
ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഇത്രയും നേരം അക്കു അമ്മും അവരെ കൊഞ്ചിച്ചോണ്ടിരുന്നില്ലേ, അതിന് ദേഷ്യം കൊണ്ട് എന്നെ പിച്ചുന്നത് കണ്ടില്ലേ, നഖം വെച്ചിങ്ങനെ പിച്ചി എടുക്കുകയാണ് ദേഷ്യം കൊണ്ട്. ഞാൻ അവളെ കൊഞ്ചിക്കാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ കിച്ചു ജിമ്മിൽ പോയിട്ട് ഇതേ വിയർത്തൊഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് ഇനി പള്ളിയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചിട്ട് അവനും പള്ളിയിൽ പോവുകയാണ് കേട്ടോ. അങ്ങനെ അവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഞാൻ പിന്നെ വിചാരിച്ച് നിസ്കരിക്കാൻ ഖുർആൻ ഓതാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഞാനോർത്ത് അരി വെള്ളത്തിലിടാം, അരി ഉഴുന്നും വെള്ളത്തിലിടാമെങ്കിൽ നാളെ മക്കൾക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അക്കു ബെല്ലടിച്ച്. അപ്പോൾ ഞാൻ പോയി തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ചായയും കൊണ്ട് വന്നതാണ്. ഇന്ന് ബിസ്ക്കറ്റ് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു, ബിസ്ക്കറ്റ് കൊണ്ട് തന്നില്ല കേട്ടോ, ചായ മാത്രം കൊണ്ട് തന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഇക്കയെ വെയിറ്റ് ചെയ്യുകയാണ്, ഇക്ക പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ അടുത്തൊരു ഒലാല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ രാത്രി കഴിക്കുന്നത്. അൽഫാമും അതുപോലെ തന്നെ കുബൂസും ആണ് കഴിക്കുന്നത്, മയോണൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.